യേശു തൻ്റെ പരസ്യകാല ജീവിതത്തിൽ ദേവാലയങ്ങളിലും സിനഗോഗുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ജനങ്ങളെ ദൈവിക സത്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കെ ഒരിക്കൽ ഒരു നിയമജ്ഞൻ, നിയമപണ്ഡിതൻ എഴുന്നേറ്റ് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പനയും അതുപോലെ പ്രധാനപ്പെട്ടതാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ക്രിസ്തീയതയുടെ അന്തഃസത്ത യേശുവിൻ്റെ ഈ ഉത്തരത്തിൽ അടങ്ങിയിരിക്കുന്നു. ദൈവസ്നേഹവും സഹോദര സ്നേഹവുമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തഃസത്ത. ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും അന്തഃസത്ത ദൈവസ്നേഹവും സഹോദര സ്നേഹവുമാണ്. ദൈവസ്നേഹം മാത്രം കൊണ്ട് ഒരു മതത്തിനും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യസ്നേഹം മാത്രം കൊണ്ടും ഒരു മതത്തിനും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. മതങ്ങളുടെ എല്ലാം അന്തഃസത്ത, അതിൻ്റെ എല്ലാം ആദർശം ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവാരാധനയിലൂടെ ലഭിക്കുന്ന ശക്തിയിലൂടെ സഹോദരങ്ങൾക്ക്, അയൽക്കാർക്ക് സേവനം ചെയ്യാനായി പരിശ്രമിക്കുക. ഇതാണ് എല്ലാ മതങ്ങളും നമ്മളെ അനുശാസിക്കുന്നത്. യേശു തൻ്റെ പ്രബോധനങ്ങളൊക്കെ നടത്തുമ്പോൾ ആദ്യം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കും. അതിനുശേഷമാണ് ദൈവികമായ പ്രബോധനം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. വിശക്കുന്ന മനുഷ്യരെ കണ്ട് അനുകമ്പ തോന്നി യേശു അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. 5 അപ്പം 5000 പേർക്കായി ഭാഗിച്ച് വിളമ്പി കൊടുക്കുന്നു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ യേശു അവരെ പഠിപ്പിക്കുന്നു, ഞാനാണ് ജീവൻ്റെ അപ്പം. മനുഷ്യൻ്റെ അടിസ്ഥാനമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് അവരെ നയിക്കുന്ന ക്രിസ്തു. സമരിയാക്കാരി സ്ത്രീ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ കുടിവെള്ളം അന്വേഷിച്ച് വരുമ്പോൾ അവൾക്ക് കുടിവെള്ളം കൊടുത്തിട്ട് യേശു അവരോട് പറയുന്നൊരു വലിയ പാഠം, ഈ വെള്ളം കുടിക്കുന്ന നിങ്ങൾക്ക് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാനാണ് ജീവൻ്റെ ജലം എന്ന് ഈശോ അവരെ പഠിപ്പിക്കുന്നു. അവരുടെ പ്രാഥമികമായ മാനുഷികമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ട് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. ലാസറിൻ്റെ ഭവനത്തിലേക്ക് ഈശോ ചെല്ലുന്നു. ലാസറിൻ്റെ സഹോദരിമാർ ഈശോയോട് പരിഭവങ്ങൾ പറയുന്നു. അവനെ അടക്കിയിരിക്കുന്ന കല്ലറ എവിടെയാണെന്ന് ഈശോ അന്വേഷിക്കുന്നു. അവൻ്റെ കല്ലറയെങ്കിലേക്ക് പോയിട്ട് ഈശോ പറയുന്നു, ലാസറെ നീ പുറത്തേക്ക് വരിക. മരിച്ച ലാസർ ഉയർത്തെഴുന്നേൽക്കുന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചിട്ട് ഈശോ പറയുന്നു, ഞാനാണ് ജീവനും പുനരുത്ഥാനവും. മനുഷ്യരുടെ സഹജമായ ആവശ്യങ്ങൾ, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ട് ഈശോ അവരെ ദൈവിക സത്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ, ദൈവിക പ്രബോധനങ്ങൾ പകർന്നു നൽകുകയാണ്.
ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെയേറെ പ്രിയങ്കരനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. പ്രത്യേകിച്ച് കേരളീയർക്ക് പ്രത്യേക മതമെന്നോ വർഗമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും വളരെയേറെ സ്നേഹിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു ഏക സത്യദൈവ വിശ്വാസിയായിരുന്നു. സെബസ്ത്യാനോസ് ദൈവത്തെ മാത്രം, ഈശോയെ മാത്രം സ്വന്തം ദൈവമായി അംഗീകരിച്ച് ആരാധിച്ചു വന്ന മനുഷ്യനാണ്. മറ്റു ദൈവങ്ങളെയോ ചക്രവർത്തിയെയോ ചക്രവർത്തിയുടെ വിഗ്രഹങ്ങളെയോ ആരാധിക്കുവാൻ സെബസ്ത്യാനോസ് ഒരിക്കലും തയ്യാറായിരുന്നില്ല. കാരണം താൻ വിശ്വസിക്കുന്ന ദൈവം അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, യേശുക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, യേശുക്രിസ്തുവിനെ മാത്രമേ ദൈവമായി അംഗീകരിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് മറ്റ് ദൈവങ്ങളെയോ മറ്റ് മനുഷ്യരുടെയോ പ്രതിമകളുടെ മുൻപിൽ ആരാധിക്കുവാനോ കുമ്പിടാനോ അതിന് പൂജ അർപ്പിക്കാനോ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ശക്തനായ വിശുദ്ധനാണ്, ഇങ്ങനെ ഒരു ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയാതെ പോകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഒരു വലിയ ജയിൽ ശുശ്രൂഷകനായിരുന്നു. ഒരുപക്ഷെ ജയിൽ അറകളിലേക്ക് പോയി അവിടെ കഴിയുന്ന കുറ്റവാളികളെ കണ്ട് അവരെ സമാശ്വസിപ്പിക്കുന്ന ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. ജയിലിൽ പോകുമ്പോൾ നിരവധിയായ കുറ്റവാളികൾ കാണും, കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നവർ കാണും, പല മതത്തിൽപ്പെട്ട ആളുകൾ കാണും, പല വർഗത്തിൽപ്പെട്ട ആളുകൾ കാണും, പലതരത്തിലുള്ള സാമ്പത്തികമായ സ്വാധീനങ്ങളുള്ള ആളുകൾ കാണും. പക്ഷെ എല്ലാ മനുഷ്യരെയും മതവും ജാതിയും നോക്കാതെ എല്ലാ മനുഷ്യരുടെ അടുത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. തൻ്റെ ഉറച്ച ദൈവവിശ്വാസത്തിൽ നിന്ന്, ദൈവ ആരാധനയിൽ നിന്ന് അദ്ദേഹം സ്വായത്തമാക്കിയ ശക്തി കൊണ്ട് ജയിലറകളിലേക്ക് പോയി അവിടെ കഴിയുന്ന മനുഷ്യരെ കണ്ട് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നു. അന്ത്യവിധിയുടെ മാനദണ്ഡങ്ങളിൽ മത്തായി സുവിശേഷത്തിൽ ഒരെണ്ണം, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നീ എൻ്റെ അടുക്കൽ വന്നോ ഇല്ലയോ എന്നുള്ളതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ച് വന്നൊരു വാർത്ത, കേരളത്തിൽ കിടക്കുന്ന ജയിലുകളിൽ കഴിയുന്ന 1000 ജയിൽവാസികളെ കാണാൻ വേണ്ടി അവരുടെ വീട്ടുകാരോ അവരുടെ കൂട്ടുകാരോ അവരുടെ ബന്ധുമിത്രാദികളോ വർഷങ്ങളായി വരുന്നില്ല. 1000ഓളം ജയിൽവാസികളെ ജയിലറകളിലേക്ക് വന്ന് കാണാൻ വേണ്ടി അവരുടെ കുടുംബക്കാരും ഉറ്റവരും ഉടയവരും ബന്ധുമിത്രങ്ങളും തയ്യാറല്ല. അങ്ങനെ ആരും കാണാൻ തയ്യാറാകാതെ കിടക്കുന്ന മനുഷ്യരുടെ അടുക്കലേക്കാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പോകുന്നത്. അവരുടെ മതമേതെന്നോ അവരുടെ ജാതി ഏതെന്നോ അവരുടെ വർഗമേതെന്നോ അന്വേഷിക്കാതെ എല്ലാവരുടെയും അടുക്കൽ ചെന്ന് അവരെ സ്വാന്തനപ്പെടുത്തി, അവരെ ധൈര്യപ്പെടുത്തി, അവർക്ക് നല്ല മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുത്ത വ്യക്തിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതിനുള്ള ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തിൽ നിന്നാണ്. മദർ തെരേസയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മദർ തെരേസ ചെയ്തിരുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭാരതത്തിൽ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി പോലുമില്ല. അത്രത്തോളം മഹത്തായ സാമൂഹിക സേവനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഇന്നും ലോകത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കുന്ന ഒരു കന്യാസ്ത്രീ അമ്മയാണ് വിശുദ്ധ മദർ തെരേസ. മദർ തെരേസയുടെ അടുക്കൽ ഒരിക്കലൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, മദർ തെരേസയ്ക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്? കുഷ്ഠരോഗികളെ കാണുന്നു, കുഷ്ഠരോഗികളുടെ മുറിവുകൾ വച്ച് കെട്ടുന്നു, തെരുവിൽ കഴിയുന്ന ആളുകളെ കാണുന്നു, തെരുവിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ അവരെ കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി അവരുടെ മൂർധാവിൽ ചുടുചുംബനങ്ങൾ കൊടുക്കാൻ മദർ തെരേസയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മദർ തെരേസ പറയുന്ന മറുപടി, ഇത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. കുഷ്ഠരോഗികളുടെ മുറിവുകൾ വച്ച് കെട്ടുക പ്രയാസമുള്ള കാര്യമാണ്.
തെരുവിൽ കഴിയുന്ന മനുഷ്യരെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി മനുഷ്യോചിതമായ രീതിയിൽ ജീവിക്കാൻ അവരെ സഹായിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കേണ്ട കാരണം ഇത് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികളാണ്. നിരീശ്വരവാദിയായ മാൽക്കസ് എന്ന പത്രപ്രവർത്തകനാണ് മദർ തെരേസയോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. ആ നിരീശ്വരവാദിയായ മനുഷ്യൻ ഈ മറുപടി കേട്ട് അത്ഭുതപ്പെട്ടു പോയി. അതിനുശേഷം മദർ തെരേസയുടെ ജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹം ഒരു ടെലിഫിലിം തയ്യാറാക്കി. ആ ടെലിഫിലിമിൻ്റെ അവസാനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നു: ഞാനൊരു നിരീശ്വരവാദിയാണ്, ഇത്രയും നാൾ ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ മദർ തെരേസ ചെയ്യുന്ന ഇതുപോലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, കുഷ്ഠരോഗികളെ അവരുടെ മുറിവുകൾ വെച്ച് കെട്ടി അവരെ ചികിത്സിക്കുക, ആരോരുമില്ലാതെ തെരുവിൽ കഴിയുന്ന മനുഷ്യരെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി മനുഷ്യോദയം ചെയ്ത ജീവൻ നയിക്കുവാൻ വേണ്ടി അവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, മദർ തെരേസയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാൽക്കം എന്ന നിരീശ്വരവാദി വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, മദർ തെരേസയ്ക്ക് ഇങ്ങനെയുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശക്തി ലഭിച്ചത് മദർ തെരേസയുടെ ദൈവവിശ്വാസത്തിൽ നിന്നാണ്. ദൈവ ആരാധനയിൽ നിന്നുള്ള ശക്തി സംഭരിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾ മദർ തെരേസ ചെയ്തു വന്നത്. പ്രിയപ്പെട്ടവരെ, 2018 എന്നൊരു സിനിമ കുറച്ച് നാൾ മുൻപ് റിലീസായിരുന്നു. ആ സിനിമയുടെ സന്ദേശം 2018 കേരളത്തിലുണ്ടായ മഹാപ്രളയത്തെക്കുറിച്ചാണ്. ആ മഹാപ്രളയമുണ്ടായ സമയത്ത് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചു. ജലപ്രളയമുണ്ടായ സമയത്ത് ആ ജലപ്രളയത്തിൻ്റെ കൂടുതൽ രൂക്ഷമായ ദുരന്തം അനുഭവിച്ച ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ രൂപതയുടെ ഭാഗങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങൾ അവരുടെ വള്ളവും പേറിക്കൊണ്ടുപോയി അവരെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അങ്ങനെയുള്ള സാമൂഹ്യ സേവന പ്രവൃത്തികൾ ചെയ്തു. 2 ആഴ്ച മുൻപ് ബെൻസീർ ആശുപത്രിയിൽ വാടിയിടവിൽ നിന്നുള്ളൊരു സഹോദരൻ ചികിത്സയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഞാൻ ആ പയ്യനെ കണ്ട് സംസാരിച്ചപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞത്: അച്ചോ, ഞാൻ ഈ ജലപ്രളയമുണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി എൻ്റെ വള്ളവുമായി പോയ ഒരു മനുഷ്യനാണ് ഞാൻ. രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് എൻ്റെ കാലിൽ എന്തോ കടിച്ചു. ആ സമയത്ത് ഞാൻ എന്താണെന്ന് അന്വേഷിക്കാനായി പോയില്ല. എൻ്റെ ചിന്ത, എൻ്റെ ലക്ഷ്യം മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ എൻ്റെ കാല് രണ്ടും വല്ലാതെ പഴുത്തു വരും. ഞാൻ ആശുപത്രിയിൽ വരും, 2 ആഴ്ച ഇവിടെ കിടന്ന് ചികിത്സയ്ക്ക് ശേഷമാണ് ഞാൻ തിരികെ പോകുന്നത്. പക്ഷേ എനിക്ക് പരാതിയൊന്നുമില്ല, എനിക്ക് പരിഭവമില്ല. ദൈവത്തോട് ചോദ്യങ്ങളോ ദൈവത്തോടുള്ള ശകാരവാക്കുകളോ എനിക്കില്ല. കാരണം ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇത് എൻ്റെ കാലം എല്ലാ വർഷവും ഇതുപോലെ പഴുത്തു വരുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയാം. കാരണം എനിക്ക് ഒരുപാട് മനുഷ്യരുടെ ജീവിതം രക്ഷിക്കാൻ സാധിച്ചു. അങ്ങനെ മനുഷ്യരുടെ ജീവിതം രക്ഷിക്കാൻ സാധിച്ച ഒരു മനുഷ്യനാണ് ഞാനെന്നുള്ള കാര്യം എല്ലാ വർഷവും എൻ്റെ ഈ കാലിൻ്റെ ഈ അനുഭവത്തിലൂടെ ദൈവം എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ, സ്വയം മറന്ന് മറ്റുള്ളവരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഇവരെ സഹായിക്കുന്നത് അവരുടെ ദൈവവിശ്വാസവും അവരുടെ പ്രാർത്ഥനയും ദൈവ ആരാധനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സ്തുതിഗീതകൾ ആലപിച്ച് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിവുള്ള സഹായം ചെയ്യാൻ, പരോപകാര പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ 2024 ആരംഭിച്ചത് കേരളത്തിന് മുഴുവൻ സന്തോഷകരമായ വാർത്ത നൽകിയിട്ടാണ്. 2024 ജനുവരി മാസം 2-ാം തീയതി മലയാളികളുടെ മനസ്സിൽ നന്മയുണ്ട്. മലയാളികൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ മാറി നിൽക്കാതെ അതിനതീതമായി മനുഷ്യരെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാൻ തയ്യാറാകുന്നവരുടെ കൂട്ടായ്മയാണ് കേരളീയർ എന്ന്
ലോകത്തെ പഠിപ്പിച്ചൊരു ദിവസമാണ് 2024 ജനുവരി മാസം 2-ാം തീയതി. തൊടുപുഴയ്ക്കടുത്ത് മാത്യു ബെന്നി എന്നൊരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ 14 പശുക്കൾ ഒറ്റയടിക്ക് ചത്തു വീണു. നിങ്ങളൊക്കെ ആ വാർത്ത വായിച്ചു കാണും. അതിൻ്റെ പിറ്റേ ദിവസം അവരുടെ വീട്ടിലേക്ക് ഒരുപാട് സഹായങ്ങൾ ഒഴുകിയെത്തുകയാണ്. ആദ്യമേ അവരുടെ സഹായിക്കാനായി പോയത് നമ്മുടെ സിനിമാ നടൻ ജയറാമാണ്. ജയറാം പോയി അവരുടെ വീട്ടുകാർക്ക് 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ സംഭാവനയായി കൊടുക്കുകയാണ്. ജയറാം ഒരു ക്രൈസ്തവ വിശ്വാസിയല്ല. നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ കാറ്റഗിസം പഠിച്ച ഒരു മനുഷ്യനല്ല. അദ്ദേഹം ഒരു തികഞ്ഞ ഹൈന്ദവ വിശ്വാസിയാണ്. ഈ ഹൈന്ദവ വിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ദൈവാരാധനയുടെ ലഭിക്കുന്ന ശക്തി സംഭരിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നത്. ഒരുറച്ച ദൈവവിശ്വാസിക്ക് മാത്രമേ ഇതുപോലെയുള്ള പരോപകാര പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഓടിയെത്തിയത് ലുലു മാളിൻ്റെ ഉടമസ്ഥനായ മനുഷ്യൻ. അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹവും 5 ലക്ഷം രൂപ 10 പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി സംഭാവനയായി നൽകുകയാണ്. യൂസഫ് അലി ദിവസം കൃത്യമായി നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, ഒരു തികഞ്ഞ ഇസ്ലാം മത വിശ്വാസിയായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഇതുപോലെയുള്ള പരോപകാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുവാൻ സാധിക്കുന്നത് അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവം നൽകുന്ന ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ ദൈവാരാധനയിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന ശക്തി ഇതുപോലെയുള്ള പരോപകാര പ്രവൃത്തികൾക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കണം. വീണ്ടും ചെല്ലുന്നത് മമ്മൂട്ടി എന്ന സിനിമാ നടനാണ്. 2 ലക്ഷം രൂപ സംഭാവനയായി കൊടുക്കുക. അദ്ദേഹവും ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. കാറ്റിസം പഠിപ്പിച്ച ആളല്ല, കാറ്റിസം പഠിച്ച ആളുമല്ല. പിന്നീട് ചെല്ലുന്നത് പൃഥ്വിരാജ് എന്ന സിനിമ നടനാണ്. അദ്ദേഹവും പോയി 2 ലക്ഷം രൂപ സംഭാവന കൊടുക്കാമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെയൊക്കെ പ്രാർത്ഥനയിലൂടെയും ദൈവവിശ്വാസത്തിലൂടെയും ലഭിക്കുന്ന ദൈവികമായ ചൈതന്യം ഇതുപോലെയുള്ള പരോപകാര പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു വാർത്ത, അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: ചവറ പന്മന ഭാഗത്ത് ഒരിക്കലൊരു ദിവസം ഒരു അനാഥ മൃതശരീരം കിടക്കുന്നതായി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസുകാർ ഈ മൃതശരീരം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ID കാർഡ് കിട്ടുകയാണ്, ആധാർ കാർഡ്. ആ ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു. പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ബന്ധപ്പെടാൻ പരിശ്രമിച്ചെങ്കിലും ആരെയും കിട്ടാൻ ലഭ്യമായില്ല. അപ്പം അതുകൊണ്ട് ചവറ പന്മനയിലുള്ള മുസ്ലിം പള്ളിയിലെ അധികാരികളെ പോലീസുകാരെ സമീപിക്കുകയാണ്. അവരുടെ സെമിത്തേരിയിൽ ഈ അനാഥനായ ഇസ്ലാം മത വിശ്വാസിയുടെ മൃതശരീരം മറവ് ചെയ്യാൻ വേണ്ടി അനുവാദം വാങ്ങിക്കാനായിട്ട്. അങ്ങനെ അവിടുത്തെ ഇസ്ലാം മത ദേവാലയത്തിലെ പള്ളി കമ്മിറ്റി അംഗങ്ങളോട് കാര്യം പറഞ്ഞപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ ഒരുമിച്ച് കൂടി അവർ ഈ ഇസ്ലാം മത വിശ്വാസിയെ അവരുടെ പള്ളി സെമിത്തേരിയിൽ മറവ് ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെ പോലീസുകാർ മൃതശരീരം കൊണ്ടുവന്ന് അവിടെ മറവ് ചെയ്തിട്ട് പോകുന്നു. അതിനോടനുബന്ധമായി ഒരു കാര്യമുള്ളത്, ഈ പള്ളി കമ്മിറ്റിക്കാർ ഒരുമിച്ച് കൂടിയ സമയത്ത് അവർ 2 തീരുമാനം കൈക്കൊണ്ടു. ഒന്ന്, ഈ പറയപ്പെട്ട മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം മറവ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. അതുകൂടാതെ ഇനി ഇതുപോലുള്ള അനാഥരായ മനുഷ്യർ, മരണപ്പെടുന്ന അനാഥരായ മനുഷ്യർ, ആരും എടുക്കാനില്ലാത്ത മൃതശരീരങ്ങൾ, അങ്ങനെയുള്ള മൃതശരീരങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി അവരുടെ സെമിത്തേരിയുടെ ഒരു ഭാഗം തന്നെ വിട്ടുകൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഏത് മതവിശ്വാസിയാണെങ്കിലും, ക്രിസ്ത്യാനിയാണെന്നോ ഹിന്ദുവാണെന്നോ മുസ്ലിമാണെന്നോ വ്യത്യാസമില്ലാതെ അനാഥരായ ആരുടെ മൃതശരീരവും പോലീസുകാർ കൊണ്ടുവരികയാണെങ്കിൽ
അവരെ സൗകര്യമായി, അവരെ ആദരപൂർവ്വം അവരുടെ മൃതശരീരം സംസ്കരിക്കാൻ വേണ്ടി ആ സെമിത്തേരിയുടെ, ഇസ്ലാം മതവിശ്വാസികളുടെ സെമിത്തേരിയുടെ ഒരു ഭാഗം വിട്ടുകൊടുക്കാൻ വേണ്ടി കൂടി അവർ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിനാവശ്യം, നമ്മുടെ രാജ്യത്തിനാവശ്യം ഇതുപോലെയുള്ള പൊതുനന്മകൾ ചെയ്യാനായി മുന്നോട്ട് വരുന്ന സംവിധാനങ്ങളാണ്. പലതരത്തിലുള്ള വിഭാഗീയത മനസ്സിൽ ചേക്കേറുന്ന ഈ കാലത്ത് ആ വിഭാഗികളെല്ലാം തട്ടിക്കടഞ്ഞുകൊണ്ട് ഇതുപോലെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയുമായ തീരുമാനങ്ങൾ കൂട്ടായി എടുത്ത് നമ്മളെല്ലാവരും ഒരേ മക്കളാണ്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ, എല്ലാവർക്കും പ്രത്യേകമായ വിശ്വാസമുണ്ടായേക്കാം, പ്രത്യേകമായ ആരാധനാ സംവിധാനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ ആരാധനാ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളെല്ലാവരും മനുഷ്യനാണ്, ദൈവത്തിൻ്റെ മക്കളാണോ ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് നൽകുന്ന സന്ദേശം. അദ്ദേഹം ഒരു വലിയ ക്രിസ്തുവിശ്വാസിയായിരുന്നെങ്കിലും ജയിലിൽ പോയി എല്ലാ മനുഷ്യരെയും, എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ കണ്ട് അവരെ ധൈര്യപ്പെടുത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, ഹൈന്ദവ വിശ്വാസികൾ അവരുടെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ മോസ്കിൽ നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വഴിയരികിൽ ഒരു മനുഷ്യൻ മറിഞ്ഞു വീണ് കിടക്കുന്നത് കാണുമ്പോൾ അവൻ ഹിന്ദുവാണെന്നോ അവൻ മുസ്ലിമാണെന്നോ അവൻ ക്രിസ്ത്യാനിയാണെന്നോ നോക്കാതെ അവനെ സഹായിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു യഥാർത്ഥ ഈശ്വരവിശ്വാസിയായി മാറുന്നത്. പുതിയ ദേവാലയങ്ങൾ പണികഴിക്കപ്പെടുന്നു, പുതിയ അമ്പലങ്ങൾ പണികഴിക്കപ്പെടുന്നു, പുതിയ മോസ്കുകൾ പണികഴിക്കപ്പെടുന്നു. അതുകൊണ്ട് ഒരു മതവിശ്വാസിയും ഭയക്കേണ്ട കാര്യമില്ല, നമ്മൾ സന്തോഷിക്കണം. കാരണം ഒരു പുതിയ ആരാധനാലയം പണികഴിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ താമസിക്കുന്ന മനുഷ്യർ കൂടുതൽ കൂടുതൽ നല്ല ദൈവവിശ്വാസികളായി മാറും. കൂടുതൽ നല്ല ദൈവവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നല്ല മനുഷ്യവിശ്വാസിയായി മാറുന്നു, മനുഷ്യനെ സ്നേഹിക്കുന്നവനായി മാറുന്നു. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ഇതുപോലുള്ള ദേവാലയങ്ങളും ദൈവാരാധനാ സംവിധാനങ്ങളും. അതുകൊണ്ട് പുതിയ ആരാധനാലയങ്ങൾ തുറക്കുന്നതിനെക്കുറിച്ച് നമ്മളാരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ പറയപ്പെട്ടതുപോലെ ആരാധനാലയങ്ങൾ നമ്മളെ സഹായിക്കുന്നത് മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഈ ആരാധനാലയങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടിയുള്ള ശക്തി സംഭരിക്കുകയാണ്. അതാണ് വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് നൽകുന്ന മാതൃക. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ തിരുനാളിൽ പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും എല്ലാ മതവിശ്വാസികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനയിലൂടെ ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ സ്തുതികൾ അർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ വേളകളിലൂടെ ദൈവം നൽകുന്ന ഈശ്വര ചൈതന്യം അത് സഹോദരങ്ങൾക്ക് ഉപകാരമാം വിധം നന്മ ചെയ്യാൻ നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ പരിശുദ്ധമായ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.